എമിൾഡേനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടോ. അവളത് അതിനകത്ത് ഇരിപ്പുണ്ട്. ഇടി ഞാനൊരു ഹായ് പറഞ്ഞേ. ഈ എയർക്രാഫ്റ്റിന്റെ ഭയങ്കര പ്രത്യേകതയായിട്ട് ഇത് ക്ലിൻറ്റ് ഓടിക്കുന്ന എയർക്രാഫ്റ്റ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ബാംഗ്ലൂരിലെ ഓൾഡ് എയർപോർട്ട് ആട്ടോ HAL. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലേ വലിയ മതിലാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള വ്യൂ കിട്ടത്തില്ല. ഇതാണ് കേട്ടോ HAL റോഡ്. നമ്മളിപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇതാണ് കേട്ടോ HAL. നമ്മളങ്ങനെ HAL മ്യൂസിയത്തിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിംഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് തിരക്കുണ്ട് കേട്ടോ. ഇത്രയും വണ്ടികൾ പാർക്ക് ചെയ്ത് വേറെ സ്ഥലമില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോയിട്ട് ഫസ്റ്റ് ഗേറ്റിൽ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് എന്തായാലും നോക്കട്ടെ. ഇതാണ് തോന്നുന്നു ഫസ്റ്റ് ഗേറ്റ്. HAL ന്യൂ പബ്ലിക് സ്കൂൾ. ഇവരുടെ സ്കൂളാണെന്ന് തോന്നുന്നത്. COVID-19 കെയർ സെന്റർ എന്നും കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാട്ടോ. അപ്പം എൻട്രൻസ് ആണ് ഇത്, കയറി വരുന്ന എൻട്രൻസ് ആണ്. അപ്പോൾ ഫീ എന്ന് പറയുന്നത് ഒരു അഡൾട്ടിന് 50 rupees ആട്ടോ. പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ചാർജ് ആവും. ഒരു 75-50 അങ്ങനെയൊക്കെ ആട്ടോ റേറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ വീഡിയോയും അലൗഡ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ശരിക്കും HAL മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മ്യൂസിയമാണ്. HAL എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആട്ടോ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മ്യൂസിയമാണിത്. അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സെൻറ്റർ എന്നും കൂടി ഇതിനെ വിളിക്കാം. എയർക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിൽസും അങ്ങനത്തെ കുറച്ച് പാർട്സ് ഒക്കെ ആട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടോ, പോയിന്റ്സ് കാണാനുള്ള ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ പുറത്തൊരു അത്യാവശ്യം നല്ലൊരു ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ കണ്ട് ഫസ്റ്റ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പേര് മാരുത് എന്നാട്ടോ. മാരുത് ഇത് ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. ഇത് ട്രെയിനർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ബോർഡ്, എല്ലാ ബോർഡും വെച്ചിട്ടുണ്ടാവും. ബോർഡിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ജൂൺ 1961 കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതിപ്പോൾ സീറ്റ് 2 സീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഫ്രണ്ടിൽ ഒരു സീറ്റേ ഉള്ളൂ, പിന്നെ ബാക്കിൽ അടുത്ത സീറ്റ് വരുന്നത്. അപ്പം മെയിനായിട്ട് ഇത് ട്രെയിനിങ്ങിനായിരിക്കും, ട്രെയിനേഴ്സിനെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഒരു ട്രെയിനറും വേണമെന്നൊരു ട്രെയിനിങ് ആയിരിക്കും ഇതിൽ പോയിട്ടുണ്ടാവും. ഇത് നല്ല വലുപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവാൻ അറിയത്തില്ല, അത്യാവശ്യം ഭയങ്കര വലുപ്പമാണ്. ഈ എയർക്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് HAL തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ ആയിട്ടോ, ജസ്റ്റ് മോഡലല്ല. എന്നിട്ട് ഒറിജിനൽ എയർക്രാഫ്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എയർക്രാഫ്റ്റ് ആണ്. ഇതും വലുതാ. ഇതിന്റെ അടിയിൽ ഇതെന്താ ഫൈറ്ററിന് യൂസ് ചെയ്യുന്ന മിസൈൽ പോലെ. അത് ഇതാണ് ഫ്യൂൽ ടാങ്കാണ്. ഫ്യൂൽ ടാങ്ക് ഇത് ഇതെന്താണോ? അത് വെടിവെക്കുന്ന സാധനം. ഇതെന്ന് പറയുന്നത് MiG-21 എഞ്ചിനാക്കാം. ഈ കാണുന്ന എയർക്രാഫ്റ്റിൻ്റെ പേരാണ് IJT കേട്ടോ, ഹിന്ദുസ്ഥാൻ ജെറ്റ് ട്രെയിനർ 36. അപ്പോൾ ഇത് മെയിനായിട്ട് HAL തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു എയർക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 2003 പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു സിംഗിൾ സീറ്റ് എയർക്രാഫ്റ്റ് ആണ് കേട്ടോ പറയുന്നത്. പേരാണ് LCA, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി ആട്ടോ, ADA എന്ന് പറയും. വിത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് HAL എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇത് HAL അല്ല മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്, ADA ആണ് കേട്ടോ. LCA അവിടെ
എഴുതി വെച്ചതിൽ വായിച്ചിരിക്കുന്നത് ഒരു ടെയിൽലെസ് കോൺഫിഗറേഷനാണ് യൂസ് ചെയ്തതെന്ന് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാക്സിമം വെയിറ്റ് കുറയ്ക്കാനായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസാണ് ഈ എയർക്രാഫ്റ്റ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ലക്ഷ്യ എയർക്രാഫ്റ്റ്. ഇതെന്ന് പറയുന്നത് പൈലറ്റ് ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആട്ടോ. അപ്പം അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ വെപ്പൺസ് ഒക്കെ ക്യാരി ചെയ്യണമെങ്കിലോ അങ്ങനെ ബോംബൊക്കെ ഇടാൻ വേണ്ടിയായിരിക്കും മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് മെയിനായിട്ട് ഈ കാറ്റഗറി എന്ന് പറയുന്നതാണ് ടാർഗറ്റ് എയർക്രാഫ്റ്റ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് അജീത് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് അറ്റാച്ച്ഡ് ഫൈറ്റർ പർപ്പസിന് വേണ്ടിയാട്ടോ ഈ എയർക്രാഫ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി യൂക്കാലി മരങ്ങളുണ്ട് കേട്ടോ. ഇതാണ് മരങ്ങൾ. പിന്നെ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരാണ് കാൻബറ എന്ന് കേട്ടോ. അപ്പോൾ ഇതൊരു മൾട്ടി റോൾ എയർക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ഫൈറ്ററായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ബോംബറായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോയി ഫോട്ടോ എടുക്കില്ലേ, അപ്പോൾ ഫോട്ടോഗ്രാഫി പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാൻബറയുടെ വിങ്ങിൻ്റെ അടിയിലൂടെ കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം അല്ലേ ഏറ്റവും വലിയതാണെന്ന് തോന്നുന്നത്. ഭയങ്കര വലുതാ. എനിക്ക് നല്ല വിങ്സിനും ഒത്തിരി വലിപ്പമുണ്ട്, പിന്നെ ലെങ്ത് ആണെങ്കിലും ഒത്തിരി ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഹെലികോപ്റ്റർ ആട്ടോ. അപ്പോൾ ഹെലികോപ്റ്റർ ഇത്ര അടുത്തുനിന്ന് ആരും എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കൂടെ എന്താ റബ്ബറിന് മരുന്നടിക്കാനൊക്കെ ഒരു ആകാശത്ത് നമ്മൾ ഓടിപ്പോയി നോക്കില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത് കാണാനുള്ള ഭാഗ്യം കിട്ടും. അപ്പോൾ ഇതിൻ്റെ പേരാണ് ധ്രുവ് എന്ന് കേട്ടോ. ധ്രുവ് ഐ തിങ്ക് ഇതൊരു ഫെമിലിയർ നെയിമാണെന്ന് തോന്നുന്നു ഹെലികോപ്റ്ററിൽ. ഇതും ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്റർ ആട്ടോ. ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു ഹെലികോപ്റ്റർ ആയിരുന്നു ഇത്. നമ്മൾ ആകാശത്ത് നിന്ന് കാണുമ്പോൾ അതിൻ്റെ വലുപ്പം എന്തോരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇവിടെ അടുത്ത് വന്നപ്പോഴാണ് ഇതുണ്ടല്ലോ, ഇതിൻ്റെ സീറ്റൊക്കെ നമുക്ക് അത്യാവശ്യം ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന് കോക്പിറ്റ് എന്ന് വിളിക്കാൻ പറ്റും എനിക്കറിയില്ല. ഹെലികോപ്റ്ററിൻ്റെ ഫ്രണ്ട് സൈഡിലല്ലേ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇരിക്കുന്ന ഒരു സ്പേസ്, 2 സീറ്റിംഗ് ആട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ബാക്കിലും ഉണ്ട് 2 സീറ്റിങ്ങും. ഇവിടെ 2 സീറ്റല്ലേ കാണുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിലൊരു 3 സീറ്റും കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഡോർസ്, ഇത് 2 ഡോർസാണ്. 3 ഡോറുണ്ട് മൊത്തം. ഇതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ഒന്നിൻ്റെ ഉള്ളിലൊന്നും കയറാൻ അലൗ ചെയ്യില്ല കേട്ടോ. അവരിങ്ങനെ ബൗണ്ടറീസ്, എല്ലാത്തിലും ഇങ്ങനെ ഒരു ബൗണ്ടറീസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിനപ്പുറത്തേക്ക് നമുക്ക് അവിടെ കയറാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഈവൻ ലോൺസിൽ കൂടെയും അവർ നടക്കാൻ അലൗ ചെയ്യില്ല. കാണിച്ചു തന്ന പാർട്സിലൂടെ മാത്രമേ. ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഓരോ സർക്കിൾസ്, റെക്ടാങ്കുലർ ഷേപ്പിൽ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കാരണമായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ മാത്രമേ നടക്കാനുള്ള ആവശ്യമുള്ളൂ. നമ്മളിനി പോകാൻ പോകുന്ന സെക്ഷൻ ഒരു ഹെർബൽ ഗാർഡൻ, ഓക്ടേറിയം, സ്റ്റാറ്റിക് ഡിസ്പ്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞ കുറച്ച് സെക്ഷനിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡെവലപ്പ് 2014 ഉള്ളത്. ഇനോഗ്രേറ്റഡ് ബൈ ഡോക്ടർ RK ത്യാഗി എന്ന് പറഞ്ഞ ആളാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മ്യൂസിയം ആക്ച്വലി ഡെവലപ്പ് ചെയ്തത് 2001 ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പാർക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നാച്ചുറൽ എനർജി യൂസ് ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാട്ടോ. ഓരോരോ മോഡൽസാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഫസ്റ്റ് ഇത് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ വരുന്നത് മൈക്രോ ഹൈബ്രിഡ് വിൻഡ് ആൻഡ് സോളാർ പവർ ജനറേറ്റർ അവിടെ കാണിച്ചിട്ടുണ്ട്.
പിന്നെ സോളാർ വാട്ടർ ഹീറ്റർ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ചെറിയ ചെറിയ മോഡൽസാണ്. അപ്പോൾ ഏറ്റവും അറ്റത്തായിട്ടൊരു ബയോഗ്യാസ് യൂണിറ്റും കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പം നിൽക്കുന്നത് സീ കിങ് 42 എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് ആട്ടോ. ഇത് ഹെലികോപ്റ്ററാണ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ആൻറ്റി സബ്മറൈൻ വാർഫെയറിന് വേണ്ടിയാട്ടോ. ഈ ഒരു എയർക്രാഫ്റ്റ് ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയൊരു എയർക്രാഫ്റ്റ്. പിന്നെ ഇവിടെ വേറെ ഒരു എയർക്രാഫ്റ്റും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടതിൻ്റെ കുറേ സിമിലർ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെ കേട്ടോ. പക്ഷേ ഇതിൻ്റെ എഡ്ജ് നോക്കിയിട്ട് ഇത് ഭയങ്കര ഷാർപ്പാട്ടോ. ഇവിടെ കാണുന്നവർക്കറിയാം, ഭയങ്കര ഷാർപ്പായിട്ടുള്ള എഡ്ജ്. അപ്പോൾ ഒത്തിരി എയർക്രാഫ്റ്റ് ഒക്കെ നമ്മൾ കണ്ടു കേട്ടോ. എങ്ങനെയുണ്ട്? മുഴുവൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. അതെ, ഞാൻ വന്നതുകൊണ്ട് വലിയ ഇത് തോന്നി. ഞാൻ അനിയൻ ഇവിടെ വന്നപ്പോൾ അവനെയും കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എമ്മി ഇവിടെ പോയി, നീ ഓഫീസിൽ പോയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം കണ്ട് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എമിയാണ് പറയേണ്ടത് എങ്ങനെയുണ്ടെന്ന്. ഇത് കൊള്ളാം കേട്ടോ. കാരണം നമ്മളിങ്ങനെ വിമാനമൊക്കെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ അറിയത്തില്ലേ, വെളിയിൽ കൂടി പോകുമ്പോഴത്തേക്കും പുറത്തിറങ്ങി നോക്കും ഇതിലൂടെയാണ് വിമാനം പോകുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നുമ്പോൾ കുറച്ചുകൂടെ എയർക്രാഫ്റ്റ്സ് ആട്ടോ, മറ്റേ എയറോപ്ലെയിൻസ് അല്ല ക്രാഫ്റ്റ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊന്നും കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വേറെയല്ലേ. പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ കേട്ടോ. നമ്മൾ ഹെലികോപ്റ്റർ അങ്ങനെ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വലിപ്പം നമ്മൾ നേരിട്ട് വന്ന് കണ്ടാലേ അതിൻ്റെയൊക്കെ വലിപ്പം മനസ്സിലാക്കുള്ളൂ. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എത്രത്തോളം എനിക്കറിയത്തില്ല. ഇത് ഭയങ്കര വലിയൊരു സാധനമാണ് ഇത്. അപ്പോൾ അത് നേരിട്ട് വന്ന് കണ്ടാൽ അതിൻ്റെ ഒരു ഒരു വലിപ്പവും അതിൻ്റെ ആ ഒരു എന്തിനെ യൂസ് ചെയ്താന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിയത്തിലൊക്കെ വന്നാൽ എളുപ്പത്തിൽ മനസ്സിലാവും. മെയിനായിട്ട് പിള്ളേരായിട്ടോ. പിള്ളേരൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ ഓടി നടപ്പുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെ അതെ. ഈ കാണുന്നതും വേറൊരു റഡാറാട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എയർ ട്രാഫിക് കൺട്രോളാണ്. അപ്പോൾ റഡാറും അതിൻ്റെ ആൻറ്റിനയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്ന എയർക്രാഫ്റ്റ് UK ഡെവലപ്പ് ചെയ്ത എയർക്രാഫ്റ്റ് ആട്ടോ. ഇത് മെയിനായിട്ട് പാസഞ്ചർ എയർക്രാഫ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് അഡീഷണൽ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. പെസ്റ്റ് കൺട്രോളായിട്ടും ഇവൻ എയർ ആംബുലൻസ് ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ എയർക്രാഫ്റ്റിൻ്റെ ഭയങ്കര പ്രത്യേകതയായിട്ട് ഇത് ക്ലിൻറ്റ് ഓടിക്കുന്ന എയർക്രാഫ്റ്റ്. എങ്ങനെ ക്ലിൻറ്റ്? ഞാനൊരു ക്ലിൻറ്റ് ഗെയിമിൽ ഓടിക്കുന്ന എയർക്രാഫ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് ഹൻസ എന്നാട്ടോ പറയുന്നത്. ഇവിടെ ഉള്ളതൊക്കെ ചെറിയ ചെറിയ എയർക്രാഫ്റ്റ്സ് ആട്ടോ. ഇത് വേറൊരു ട്രെയിനർ എയർക്രാഫ്റ്റ് ആണ്. ഈ എയർക്രാഫ്റ്റിന്റെ പേര് കിരൺ എന്നാണ്. ഒരു മലയാളി ടച്ച്. ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ എൻജിൻ പാർട്സ് ഒക്കെയാണ്. രണ്ടും ഒന്നാന്ന് തോന്നുന്നല്ലേ. അതേം തോന്നുന്നു. ഏതിൻ്റെ ആണെന്ന് അറിയത്തില്ല. കിരണിൻ്റെ ആണോ? ഇവിടെ ഇരിക്കുന്ന ഒന്നിനും എൻജിനില്ല കേട്ടോ. എല്ലാം ബാക്ക് സൈഡ് ഹോളോ ആട്ടോ. ഇവിടെ എൻജിൻ്റെ സ്ഥാനം ഇതാണ്. പക്ഷെ ഇവിടെ എല്ലാം എൻജിനല്ല ഊരി. എൻജിനും ചിലതിനൊന്നിനും സീറ്റ്സ് ഒന്നും ഇല്ല.
സീറ്റുകളും എഞ്ചിനുകളെല്ലാം ഊരി വെച്ച എയർക്രാഫ്റ്റ്സാണ് ഫുള്ള്. ഫ്ലാറ്റ്സ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ഒക്കെ ചെറിയ ചെറിയ മോഡൽ നമ്മൾ ഷോക്കേസിലേക്ക് വെക്കാൻ അതൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. നമ്മൾ ചെറിയൊരു കൂൾ ഡ്രിങ്ക് വാങ്ങും കേട്ടോ. ചെറിയ ബിസ്ക്കറ്റൊക്കെ കിട്ടും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അതെ, അപ്പോൾ നമ്മളൊരു കൂൾ ഡ്രിങ്ക് വാങ്ങും. നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഫുൾ സൈസ് ഹീറ്റ് ഷീൽഡ് ഓഫ് PSLV. അപ്പോൾ PSLVൻ്റെ ഒരു ഹീറ്റ് ഷീൽഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹീറ്റ് ഷീൽഡ് ഉണ്ടാവുക കേട്ടോ. ഇനി ഞാൻ നേരെ എന്നിട്ട് പുറത്തേക്ക് പോവാം. പുറത്തുനിന്ന് ഇങ്ങനെ ഒരു വ്യൂ ആട്ടോ ഉള്ളത്. നമ്മളിനി കയറാൻ പോകുന്ന എയർക്രാഫ്റ്റ് ആൻഡ് എൻജിൻ ഒരു ഇൻഡോർ ഡിസ്പ്ലേയിലേക്കാട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് പുഷ്പക് എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് ആട്ടോ. 2 സീറ്റ്സ് ഇതിൽ ഉള്ളതെന്ന് പറയുന്നത് സൈഡ് ബൈ സൈഡിലാണ് 2 സീറ്റ്സ് ഉണ്ട് ഇതിന്. ഇതിനെ പറയുന്നതാണ് നോസ് ലാൻഡിങ് ഗിയർ. ഞാൻ വിചാരിച്ചു ഇതിനെ നമ്മൾ സാധാരണ ടയറിനൊക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷേ ഇവിടെ എഴുതി വെച്ച അനുസരിച്ച് ഇതിനെ പറയുന്നതാണ് നോസ് ലാൻഡിങ് ഗിയർ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ വാൾസിലൊക്കെ ഡിഫറെൻറ്റ് എയർക്രാഫ്റ്റ്സിനെ പറ്റിയും, അതായത് എയർക്രാഫ്റ്റ്സ് എങ്ങനെ ഉണ്ടാക്കി 2 പാർട്സിനെ പറ്റിയും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ സൈഡിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതില്ലേ ഓരോ രാജ്യത്തെയും നമ്മുടെ എയർഫോഴ്സിൽ ഏത് എംബ്ലമാണോ അതാട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യേൻ്റെ ഈ ഒരു എംബ്ലമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ നേരെ പുറകോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ എയർക്രാഫ്റ്റ്സിലും ആ ഒരു എംബ്ലം, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എംബ്ലം ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വന്ന് ആരും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സാധനം കേട്ടോ, നമ്മുടെ കൽപ്പന ചാവള ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞത് കൊളംബിയ സ്പേസ് ഷട്ടലിൻ്റെ ലോഞ്ചിന് എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പന ചാവള ഇത് ഓട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു ഓട്ടോഗ്രാഫ് കൽപ്പന ചാവളേൻ്റെ സിഗ്നേച്ചറാണ് കേട്ടോ ഈ കാണുന്നത്. കൽപ്പന ചാവള മാത്രമല്ല വേറെ കുറേ ആൾക്കാരും ഇതാ ഇവിടെ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റീവ് എന്നാണെന്ന് തോന്നുന്നു. ഇതൊന്നും വായിക്കാൻ ആരാന്ന് അറിയില്ല കേട്ടോ, വായിക്കാൻ പറ്റുന്നില്ല. കൽപ്പന ചാവള. അതെ, ഇത് കൽപ്പന ചാവളേൻ്റെ വേറെ ഫോട്ടോസാട്ടോ. അപ്പം ഇത് വേറെ ഒരു സ്പേസ് ഷട്ടിലിൻ്റെ ലോഞ്ചിനെടുത്താണ്. STS-107 എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഷട്ടിലിൻ്റെ ലോഞ്ച്. ഇതാട്ടോ കൽപ്പന ചാവള ഇവിടെ നിൽക്കുന്നു. പിന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന ഫോട്ടോഗ്രാഫ്സൊക്കെ നമ്മുടെ എയർലൈൻസിൻ്റെ ടെയിൽസ് ഇല്ലേ, അപ്പം ഓരോ ഡിഫറെൻറ്റ് എയർലൈൻസിനും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. കളേഴ്സ് അല്ലെങ്കിൽ ഒരു പിക്ചേഴ്സ് ആയിരിക്കും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എയർലൈൻസിൻ്റെ ടെയിൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. എമിൾഡേനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടോ. അവള് അതിനകത്ത് ഇരിപ്പുണ്ട്. ഇടി ഞാനൊരു ഹായ് പറഞ്ഞേ. ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത് ഞാനും അപ്പുറത്തുനിന്ന് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഇതൊരു ശരിക്കും നമുക്കിവിടെ വന്നിട്ട് ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ഡമ്മി ആട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇജക്ഷൻ സീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പാരച്യൂട്ട് മോഡലാട്ടോ. ഇജക്ഷൻ സീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് എമർജൻസി, ഇപ്പോൾ പൈലറ്റ് എയർക്രാഫ്റ്റിന് എന്തെങ്കിലും പറ്റി അപ്പോൾ പൈലറ്റിന് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ ഇജക്ഷൻ സീറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ കാണുന്നത് കുറച്ച് എൻജിൻ പാർട്സ് ഒക്കെ ആട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു എയർക്രാഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ബസന്ത് എന്ന് പറയും കേട്ടോ. ഇവിടെ വെച്ചിരിക്കുന്നതൊക്കെ ഡിഫറെൻറ്റ് എയർക്രാഫ്റ്റ്സിൻ്റെ എൻജിൻസ് ആണോ. എന്ത് ടൈപ്പാണെന്നുള്ളത് ഇങ്ങനെ അവിടെ
ആയിട്ട് ഓരോ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് എഞ്ചിൻ, ഏത് എഞ്ചിന് ഏത് എയർക്രാഫ്റ്റിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ആ ടൈപ്സൊക്കെ ഇങ്ങനെ ഓരോ ബോർഡിൽ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ HAL ഫുള്ളായിട്ട് കവർ ചെയ്തു കേട്ടോ. അപ്പോൾ ആ അറ്റത്ത് നിന്ന് തുടങ്ങി നമ്മളിങ്ങനെ കറങ്ങി ലാസ്റ്റ് കണ്ടത് ഒരു പോയിന്റ് ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കറങ്ങി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ബാംഗ്ലൂരുള്ളവരൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. HAL സ്ഥിതി ചെയ്യുന്നത് സിറ്റീൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒത്തിരി ദൂരമൊന്നും പോകേണ്ടത്, മാർത്തഹള്ളിൻ്റെ അടുത്തായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവരൊക്കെ ഇവിടെ ഒന്ന് വന്ന് കാണാനൊന്ന് ശ്രമിക്കണം കേട്ടോ. നല്ല രസമാണ്. നമുക്ക് കുറേ ഇങ്ങനെ എയർക്രാഫ്റ്റ്സ് ഒക്കെ ഇങ്ങനെ കാണാമല്ലോ, ഹെലികോപ്റ്റേഴ്സും അങ്ങനെ കുറേ ഡീറ്റെയിൽസും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.